എന്നിട്ട് 3 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും നമുക്ക് ചേർക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉലുവ പൊടിച്ചതും 1.5 സ്പൂൺ കായം പൊടിച്ചതും അതുപോലെ തന്നെ 1 സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും നമുക്ക് ചേർക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂണോളം ഉപ്പും അതുപോലെ 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ ഉപയോഗിക്കുമ്പോഴാണ് എല്ലാം കൂടി ആ മാങ്ങയിലായിട്ട് നന്നായിട്ട് പിടിക്കുക. ചെറിയ ചൂടുവെള്ളം നമുക്കൊരു 1/4 ഗ്ലാസോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് അപ്പം തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഒരു 1-2 മണിക്കൂറോളം കുറച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ആ എരിവും പുളിയും കാര്യങ്ങളൊക്കെ നമ്മുടെ മാങ്ങയിലേക്ക് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ഇൻസ്റ്റന്റ് മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സദ്യക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ. താങ്ക്